റഷ്യ യുക്രൈൻ സമാധാന ചർച്ചയ്ക്കിടെ വീണ്ടും ആക്രമണം നടത്തി റഷ്യ. കീവിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. യുക്രൈൻ നടത്തിയ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായി റഷ്യയും സ്ഥിരീകരിച്ചു. യുദ്ധം അവസാനിപ്പിക്കാനായി US പ്രതിനിധി സംഘം റഷ്യൻ സംഘവുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് വീണ്ടും ആക്രമണം. റഷ്യൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പ്രതീക്ഷയുയർത്തവേ ഇരു രാജ്യങ്ങളും തമ്മിൽ ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. യുക്രൈൻ നടത്തിയ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായി റഷ്യയും സ്ഥിരീകരിച്ചു. കീവിനു പുറമെ യുക്രൈനിലെ മറ്റു നഗരങ്ങളിലും റഷ്യ വലിയ തോതിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. റഷ്യയിലെ റോസ്തോവ് മേഖലയിലാണ് യുക്രൈൻ ആക്രമണം നടത്തിയത്. യുദ്ധം അവസാനിപ്പിക്കാനായി US പ്രതിനിധി സംഘം റഷ്യൻ സംഘവുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ആക്രമണം. അതിനിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ യുക്രൈനു വേണ്ടി വാദിക്കുന്ന സഖ്യകക്ഷികളുമായി ഓൺലൈൻ ചർച്ച നടത്തുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്ക മുന്നോട്ടുവച്ച സമാധാന പദ്ധതി മുൻനിർത്തിയാവും ചർച്ചകൾ. യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്ക മുന്നോട്ടുവച്ച സമാധാന കരാർ യുക്രൈൻ അംഗീകരിച്ചിരുന്നു. അമേരിക്ക മുന്നോട്ടുവച്ച 28 കാര്യങ്ങളടങ്ങിയ സമാധാന പദ്ധതിയിലാണ് പൊതുവായ ധാരണയായത്. കഴിഞ്ഞയാഴ്ച ജനീവയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് സമാധാന കരാറിന് അന്തിമ രൂപം നൽകിയത്. റഷ്യ കൂടി അനുകൂല നിലപാട് സ്വീകരിച്ചാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നതിലേക്ക് നയിക്കും. ഇതിനായി ഇരു രാജ്യങ്ങളുമായി നിർണായക ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ആക്രമണങ്ങൾ തുടർക്കഥയാവുന്നത്. ഖാർവിക്, സ്പൊറീഷ്യ മേഖലകളിലടക്കം ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ്. പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ഉടൻ തന്നെ ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിക്കുമെന്ന് യുക്രൈൻ സുരക്ഷാ മേധാവി അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്. നാട്ടിൽ വോട്ട്.